എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അധികരിച്ചെത്തിയ വേനൽ മഴ കാരണം സംഭവിച്ച ഒരു നാശനഷ്ടത്തെക്കുറിച്ചാണ്. 25 ദിവസം പ്രായമായ വാഴക്കന്നുകളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാം മാസത്തെ വെള്ളമിടാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വെള്ളം കെട്ടി നിന്നതിൻ്റെ ഫലമായി വാഴക്കന്ന് അഴുകിപ്പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ 210 വാഴ വെച്ചതാണ്. ഇതുപോലെ ഒരുപാട് വാഴകൾ അഴുകിപ്പോയിട്ടുണ്ട്, ഏകദേശം 60ഓളം എണ്ണം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും മെയ് ആദ്യവാരത്തിലെ മഴയോടുകൂടി തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ വേനൽ മഴ ഇത്രത്തോളം ശക്തമാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ആരുടെയും തെറ്റല്ല, അങ്ങനെ സംഭവിച്ച നഷ്ടമാണ് ഈ ഒരുപാട് വാഴക്കന്നുകൾ അഴുകിപ്പോയതെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാഴ വയ്ക്കാൻ കുഴിയെടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? മൺവെട്ടിക്ക് മണ്ണിൽ ഒരു കൊത്തി വാഴ വെച്ചാൽ പോരെ? ഇല്ലെങ്കിൽ കുഴിയെടുത്തതിന് ശേഷം ചാണകപ്പൊടിയും മണ്ണും ഒക്കെ നിറച്ച് കുഴി മൊത്തത്തിൽ നിറച്ച് തറമട്ടത്തിൽ നിന്നും 4 ഇഞ്ചോളം പൊക്കി വാഴ വെച്ചാൽ പോരെ? എങ്കിൽ വെള്ളം കിട്ടത്തില്ലല്ലോ. സംഭവം ശരിയാണ്, വെള്ളം കിട്ടത്തില്ല, വാഴയെല്ലാം പൊടിക്കുകയും ചെയ്യും. പക്ഷേ ഇത് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ കാറ്റിനെ അതിജീവിക്കുവാനുള്ള ശക്തി വാഴകൾക്കൊന്നിനും കിട്ടത്തില്ല. എല്ലാ വാഴകളും മറിഞ്ഞു പോകും. വാഴ പിടിച്ച് കെട്ടണമെങ്കിൽ തന്നെ അത് കുലയ്ക്കണമെന്ന് കുലച്ചതിന് ശേഷം മാത്രമേ ഒരു വാഴ പിടിച്ച് കെട്ടാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പോൾ വാഴ പിടിച്ച് കെട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാ വാഴകളും മറിഞ്ഞു പോകും. നിങ്ങൾ വാഴ ആരെങ്കിലും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50 സെൻറ്റിമീറ്റർ നീളം വീതി ആഴത്തിൽ ഒരു കുഴിയെടുത്ത് കുമ്മായം ഇട്ട് 2 ആഴ്ചയോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചാണകപ്പൊടി, അതുപോലെ ചാരമുണ്ടെങ്കിൽ ചാരം കൂടെ ഇടുക. ഒപ്പം വേപ്പിൻ പിണ്ണാക്ക് 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കയ്യിൽ നമ്മൾ കോരുകയാണെങ്കിൽ ഒരു കൈ വേപ്പിൻ പിണ്ണാക്ക്, അതാണ് 50 ഗ്രാം. ഈ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം മേൽമണ്ണുമായി മിക്സ് ചെയ്ത് 1/4 ഭാഗത്തോളം കുഴി മൂടി അതിൽ ചെറിയൊരു കുഴിയെടുത്ത് വാഴക്കന്ന് നടുക.